ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ GSM-ഉം CDMA ആയിരുന്നു നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ GSM-ഉം CDMA തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കിയിട്ട് ദെൻ 2G ആൻഡ് 3G കമ്പാരിസനോട് നോക്കാം. അത്രയാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ GSM ആൻഡ് CDMA. So this is the comparison table of GSM and CDMA cellular system. നോക്കിയേ, ഇതിനകത്ത് GSM CDMA അപ്പം അതിനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഹാൻഡ് ഓഫിന് ഉപയോഗിക്കുന്നത്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഹാർഡ് ഹാൻഡ് ഓഫ് ആൻഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഉപയോഗിക്കുന്നത് എവിടേക്കാണെന്നുള്ളത്. അപ്പോൾ ഹാർഡ് ഹാൻഡ് ഓഫ് ആണ് നമ്മൾ GSM-ൽ ഉപയോഗിക്കുന്നത്. അതുപോലെ CDMA-ൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ഓഫ് മെത്തേഡാണെന്ത്, സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഹാർഡ് ഹാൻഡ് ഓഫ് എന്നും സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂസറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ. ഈ ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വേറൊരു സിഗ്നൽ വരുമ്പം ഈ കമ്മ്യൂണിക്കേഷൻ അങ്ങ് എൻറ്റയർ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മറ്റേ പുതുതായിട്ട് വന്ന കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഹാർഡ് ഹാൻഡ് ഓഫ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ FDMA-യിലും TDMA-യിലും ഒക്കെ ഹാർഡ് ഹാൻഡ് ഓഫ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സസ്, TDMA ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സസ് ഒക്കെ ഉപയോഗിക്കുന്ന കേസിൽ നമ്മൾ ഈ ഹാർഡ് ഹാൻഡ് ഓഫാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ GSM-ൽ അത് വരുന്നത്. ഈ സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് പുതുതായിട്ട് വരുമ്പോഴത്തേക്കും പഴയതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യത്തില്ല, മുമ്പ് ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. നമ്മൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഹാർഡ് ഹാൻഡ് ഓഫ് ഉപയോഗിച്ചിരുന്നത് FDMA TDMA-ക്കകത്താണ്. സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് CDMA-ക്കകത്ത് ഉപയോഗിക്കുന്നത്. അതൊരു പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ GSM-ൽ നമ്മൾ TDMA അല്ലെങ്കിൽ FDMA ആണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും അവിടെ എന്തായിരിക്കും, ഹാർഡ് ഹാൻഡ് ഓഫ് ആണ്. CDMA-ലാണെങ്കിൽ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ്. സോ ഹിയർ ദി മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ TDMA ആണ്. അതുപോലെ ഇവിടെ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് CDMA-ക്കകത്ത്. ഇവിടെ ആണെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. അപ്പോൾ ഒരുപാട് യൂസേഴ്സിന് അറ്റ് എ ടൈം ഒരു എൻറ്റയർ ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് യൂസേഴ്സ് ഉണ്ടായിരിക്കും. ആ യൂസേഴ്സിന് നമുക്ക് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ബാൻഡ് വിഡ്ത്ത്, ആ ബാൻഡ് വിഡ്ത്തിന് അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കുറേ യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന പല പല മെത്തേഡ്സ് ആണ് ഈ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഈ TDMA FDMA CDMA ഒക്കെ. അപ്പോൾ GSM-ൽ ഉപയോഗിക്കുന്നത് TDMA ആണ്. FDMA ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CDMA-ക്കകത്താണെങ്കിൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് തന്നെ. സോ ദ ടൈപ്പ് ഓഫ് ദ സിസ്റ്റം GSM ആണെന്നുണ്ടെങ്കിൽ ബാൻഡ് ലിമിറ്റഡ് ആണ്. CDMA ആണെന്നുണ്ടെങ്കിൽ പവർ ലിമിറ്റഡ് ആണ്. സോ ഇൻ GSM it is band limited, but in CDM it is power limited. Then frequency reuse എന്ന് പറയുമ്പോൾ GSM-ൽ മാക്സിമം 3 ആണ്. ദെൻ CDMA-ക്കകത്താണെങ്കിൽ മാക്സിമം 1 ആണ്. ഇപ്പോൾ ഫ്രീക്വൻസി റീയൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സെല്ലുലാർ ടെക്നോളജി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഏരിയനെ കുറച്ച് എൻറ്റയർ ആയിട്ട് കുറേ സെൽസായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഹെക്സഗൺ ഷേപ്പിലുള്ള കുറേ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ സെൽസിനും ഓരോ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് മാറി വേറൊരു ലൊക്കേഷനിൽ പോയാലും എന്താണ്, അവിടെ നമുക്ക് വേറെ ഈ നമ്മുടെ ആദ്യം നിന്ന ലൊക്കേഷനിൽ കുറേ ഫ്രീക്വൻസി ബാൻഡ്സ് കാണും. അപ്പോൾ എൻറ്റയർ ഫ്രീക്വൻസി റേഞ്ചിനെ കുറേ സെൽസായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഫ്രീക്വൻസി ഉപയോഗിക്കാം. അപ്പോഴത്തേക്കും അവിടുന്ന് മാറി നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, അവിടെ നമുക്ക്
ഒരു സെറ്റ് ഓഫ് സെൽസ് ഉണ്ട്, ആ സെൽസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ലൊക്കേഷനിൽ ഉപയോഗിച്ച അതേ ഫ്രീക്വൻസി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് വീണ്ടും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി റീയൂസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് മാറുന്നത് കൊണ്ട് അവിടെ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫ്രീക്വൻസീനെ ലൊക്കേഷൻ അനുസരിച്ച് റീയൂസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി റീയൂസിങ്. അപ്പം GSM-ത്തിനാണെങ്കിൽ മാക്സിമം 3 വരെ പറ്റും, CDMA-ലാണെങ്കിൽ മാക്സിമം 1 ആണ് ഫ്രീക്വൻസി റീയൂസ് പോസിബിൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഒരു ഫ്രീക്വൻസി ബാൻഡിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി റീയൂസിങ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി പ്ലാനിങ്. ഫ്രീക്വൻസി പ്ലാനിങ് GSM-ത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, CDMA-ൽ സിമ്പിളാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് കാരിയർ ഫ്രീക്വൻസി. കാരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ GSM-ത്തിൽ 200 kHz ആണ്, എന്നാൽ CDMA-ൽ ഇത്തിരി ഹയർ ആണ്, ഇൻ ദ റേഞ്ച് ഓഫ് മെഗാഹെഡ്സ്, ദാറ്റ് ഈസ് 1.25 MHz. 1-നേക്കാൾ കുറച്ച് കൂടുതലാണ്, സോ 1.25 MHz. ദെൻ മൾട്ടി പാത്ത് എറേഴ്സ് GSM-ത്തിൽ ഉണ്ടാകും, CDMA-ക്കകത്താണെങ്കിൽ മൾട്ടി പാത്ത് എറേഴ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. സോ സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ GSM-ത്തിൽ അവൈലബിൾ അല്ലേ, നമ്മൾ CDMA പഠിച്ചായിരുന്നു. അതിൻ്റെ പ്രധാന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്കാണ്. ദെൻ സിസ്റ്റം കപ്പാസിറ്റി കമ്പയർഡ് ടു GSM, then compared to CDMA, GSM has less system capacity. So CDMA it is much far better, that is 4 to 5 times more than GSM. അപ്പോൾ ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ ഹാൻഡ് ഓഫ്. GSM-ൽ ഹാർഡ് ഹാൻഡ് ഓഫ് ആണ്, CDMA-ൽ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ്. അതുപോലെ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് നമ്മൾ GSM-ത്തിൽ ഉപയോഗിക്കുന്നത് TDMA ആണ്. അതുപോലെ CDMA-ക്കകത്താണെങ്കിൽ CDMA തന്നെ. ദെൻ ടൈപ്പ് ഓഫ് ദ സിസ്റ്റം, GSM is band limited, CDMA is power limited. Frequency reuse is possible in both cases. Maximum 3 in GSM and maximum 1 in CDMA. Frequency planning is little more complicated in GSM but simple in CDMA, and the carrier frequency used is 200 kHz in GSM, and in CDMA it is 1.25 MHz, and the multipath errors will appear in GSM, where CDMA it is eliminated, and in spread spectrum spectrum technique is available or applicable in CDMA only and not applicable in GSM, and the system capacity is less in GSM, and in CDMA it is 4 to 5 times more than GSM. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും അത് ആ ഒരു കമ്പാരിസൺ ടേബിളും GSM CDMA കുറിച്ച് ഒരു ബേസിക് ഐഡിയയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് സിലബസിലുള്ളത് കമ്പാരിസൺ ബിറ്റ്വീൻ 2G ആൻഡ് 3G ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ടേബിള് 2Gയുടെയും 3Gയുടെയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നോക്കിക്കേ, ഏകദേശം 90-80, 90-99 ആ റേഞ്ചിലാണ് ഈ 2G. 2Gയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ GSM ഒക്കെ. അതുപോലെ 3Gയിലേക്ക് വരുമ്പോഴത്തേക്കും 1990 തൊട്ട് ഒരു 2002 ആ റേഞ്ചിലാണ് 3G. ദെൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2Gയിൽ 14 to 64 kbps ആണ്, വേർ ഇൻ 3G ഇറ്റ് ഈസ് 2 Mbps. അപ്പോൾ ആ ബാൻഡ് വിഡ്ത്ത് വാല്യൂ പഠിച്ചു വെക്കുക. 2Gയിലാണെങ്കിൽ 14 to 64 kbps ആണ്, വേറസ് ഇൻ 3G ഈസ് 2 Mbps. ഓക്കെ ആണല്ലോ? ദെൻ ഫോർ 2G the technology used is digital cellular, and in 3G it is broad bandwidth or CDMA or IP technology അല്ലേ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെക്നോളജി. അപ്പോൾ 3Gക്കകത്ത് ഉപയോഗിക്കുന്നത് ബ്രോഡ് ബാൻഡ് വിഡ്ത്ത് ആണ്, ദെൻ CDMA ആണ്, ദെൻ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെക്നോളജി. ഓക്കെ, ദെൻ സർവീസ് എന്ന് പറഞ്ഞാൽ 2G പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതൊക്കെയാണ്? ഡിജിറ്റൽ വോയിസ്, ഷോർട്ട് മെസ്സേജിങ് ഒക്കെ എന്താണ്? 2G സർവീസസ് ആണ്. എന്നാൽ 3Gയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? ഹൈ ക്വാളിറ്റി ഓഡിയോ, വീഡിയോ ആൻഡ് ഡേറ്റ. ഇവിടെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹൈ ക്വാളിറ്റി ഓഡിയോ, വീഡിയോ ആൻഡ് ഡേറ്റ. ദെൻ മൾട്ടിപ്ലെക്സിങ് നമ്മൾ ആദ്യ കാലത്തൊക്കെ FDMA ആയിരുന്നു അല്ലേ? 2Gയിലേക്ക് വരുമ്പോഴത്തേക്കും TDMAയും കുറച്ചൊക്കെ CDMA ഉപയോഗിച്ചിരുന്നു. എന്നാൽ 3G വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ടും എന്ത് തന്നെയായിരുന്നു? CDMA ആണ്. സോ 2G ഹാവ് 2 methods multiplexing, that is TDMA or CDMA.
ബട്ട് ഇൻ 3G കംപ്ലീറ്റ്ലി CDMA. ദെൻ സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും സർക്യൂട്ട് ഫോർ ആക്സസ് നെറ്റ്വർക്ക് ആൻഡ് എയർ ഇൻ്റർഫേസ്. അപ്പം നെറ്റ്വർക്കിലേക്ക് എയർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ടും സർക്യൂട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ പാക്കറ്റ് എക്സെപ്റ്റ് ഫോർ എയർ ഇൻ്റർഫേസ്. നമ്മളിവിടെ പാക്കറ്റ്സ് ആയിട്ടാണ് CDMAക്കകത്ത് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യിക്കുന്നത്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ഷൻ കോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ PSTN ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ പാക്കറ്റ് നെറ്റ്വർക്കാണ്. ദെൻ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2Gക്കും 3Gക്കും ഹൊറിസോണ്ടലാണ്. 4G വരുമ്പോഴത്തേക്കും ഈ വെർട്ടിക്കൽ വരുന്നുള്ളൂ. അതുകൊണ്ട് 2Gക്കും 3Gക്കും എന്താണ് ഹാൻഡ് ഓഫ്? ഹൊറിസോണ്ടൽ ഹാൻഡ് ഓഫ് ആണ്. അപ്പോൾ ഇതിനകത്ത് 1Gക്കകത്ത് എല്ലാം അനലോഗ് ഒക്കെയാണ്. 2G വരുമ്പോഴത്തേക്കാണ് ഡിജിറ്റൈസ്ഡ് ആവുന്നത്. അപ്പോഴത്തേക്കും ഈ 2G 3Gയുടെ ടേബിൾ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ 2G 3Gക്കകത്ത് ഉപയോഗിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2Gയിൽ 14 to 64 kbps ആണ്. ആൻഡ് ഇൻ 3G ഇറ്റ് ഈസ് 2 Mbps. And the technology used in 2G or 2.5G is digital cellular. In 3G എന്ന് പറഞ്ഞാൽ CDMA ബ്രോഡ് ബാൻഡ് വിഡ്ത്ത് ആണ്. IP ടെക്നോളജി ആണ്. സർവീസസ് പ്രൊവൈഡ് ബൈ 2G എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വോയിസ്, ഷോർട്ട് മെസ്സേജിങ് സർവീസ്. ഇത് രണ്ടുമാണ് 2G പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ 3Gയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇൻ്റഗ്രേറ്റഡ് ഹൈ ക്വാളിറ്റി ഓഡിയോയും വീഡിയോയും ഡേറ്റയും ഉണ്ട്. ദെൻ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ 2G TDMA ഓർ CDMA. ദെൻ 3G ആയപ്പോഴത്തേക്കും CDMA മാത്രമായി ഇല്ലേ. സ്വിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാനും എയർ ഇൻ്റർഫേസിനും വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ചിങ് ആവശ്യമുണ്ട് 2Gയുടെ കേസിൽ. എന്നാൽ 3Gയുടെ കേസിൽ എയർ ഇൻ്റർഫേസിന് ഒഴികെ ബാക്കിയെല്ലാം പാക്കറ്റ്സ് വഴിയാണ്. നെക്സ്റ്റ് കോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്കാണ് നമ്മൾ 2Gക്കൊക്കെ ഉപയോഗിക്കുന്നത്. 3Gക്കാണെങ്കിൽ പാക്കറ്റ് നെറ്റ്വർക്കാണ്. സോ ലാസ്റ്റ് വൺ ഈസ് ഹാൻഡ് ഓഫ് യൂസ്ഡ് ഇൻ 2G is horizontal and in 3G is also horizontal. അപ്പോൾ ഇത്രയാണ് ആ മൊബൈൽ ടെക്നോളജി എന്നുള്ള പോർഷൻ. നെക്സ്റ്റ് നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട് ഇതിനകത്ത്, ഇൻവെർട്ടർ ആൻഡ് UPS. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ആവും. നമുക്കിനി അതിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് UPS ആൻഡ് ഇൻവെർട്ടർ. അപ്പം ഈ എസെൻഷ്യൽസിലെ ലാസ്റ്റ് പാർട്ടാണ് UPS ആൻഡ് ഇൻവെർട്ടർ. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ഇൻവെർട്ടർ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് UPS ആൻഡ് ഇൻവെർട്ടർ. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഇൻവെർട്ടർ. അപ്പോൾ ഫസ്റ്റ് വൺ, എന്താണ് ഇൻവെർട്ടർ? ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് DC-നെ AC ആക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ഇൻവെർട്ടർ. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ്, സപ്ലൈ ഉള്ളപ്പം എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലൊക്കെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കറണ്ട് ഉള്ളപ്പോൾ എന്ത് ചെയ്യും, അതിനകത്തൊക്കെ ആ കറണ്ട് ഉപയോഗിച്ച് AC സപ്ലൈ ഉപയോഗിച്ച് അത് എന്താണ് അതിനകത്തുള്ള ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. ബാറ്ററി എനർജി ചാർജ് ആവും, എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പം എന്ത് ചെയ്യും, ആ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്നുള്ള DC പവർ എങ്ങോട്ടേക്ക് മാറ്റും, AC-ലോട്ട് മാറ്റിയിട്ട് നമുക്കത് നമ്മുടെ ഹോം അപ്ലയൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ബേസിക്കലി ഒരു ഇൻവെർട്ടർ. അപ്പോൾ ഇൻവെർട്ടറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്തൊരു ഓസിലേറ്റർ ഉണ്ട്, ദെൻ ഡ്രൈവർ സർക്യൂട്ട്, ദെൻ ആംപ്ലിഫയർ സർക്യൂട്ട്, ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ, ദെൻ ബേസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിലേ ഓർ ചേഞ്ച് ഓവർ സ്വിച്ച്, ദെൻ AC മെയിൻ സെൻസർ, ദെൻ ഒരു ബാറ്ററി ചാർജർ, ബാറ്ററി, ദെൻ AC ഔട്ട്പുട്ട്. നമുക്ക് AC പവറാണ് ഈ ഗ്രീൻ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്, അതുപോലെ DC പവറാണ് ഈ ബ്ലൂ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ബാറ്ററി ചാർജിങ്ങിന് മാത്രം നമുക്ക് DC പവർ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് AC പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സപ്ലൈ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, സപ്ലൈ ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വെൻ ദ AC മെയിൻസ് പവർ സപ്ലൈ ഇസ് അവൈലബിൾ. അപ്പോൾ നമുക്കിപ്പോൾ സപ്ലൈ ഉണ്ട് ഇൻവെർട്ടർ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ AC മെയിൻ സെൻസർ എന്നൊരു പാർട്ട് ഉണ്ട് അല്ലേ. ആ AC മെയിൻ സെൻസർ എന്ത് ചെയ്യും, ഇറ്റ് സെൻസസ് ആൻഡ് ദ ടു ഫീഡ് ടു ദ റിലേ ആൻഡ് ബാറ്ററി ചാർജർ. അപ്പോൾ എന്ത് ചെയ്യും, ഈ AC മെയിൻ സെൻസർ AC മെയിൻ സെൻസർ സപ്ലൈ ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യും. അത് സെൻസ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കും,
റിലേ ചേഞ്ച് ഓവർ സ്വിച്ച് വഴി ബാറ്ററിലോട്ട് എന്ത് ചെയ്യും, കണക്റ്റഡ് ആവും. അതാണ് എഴുതിയേക്കുന്നത്. ദ AC sensor senses it and the 230 volt AC supply feeds to the relay and battery charger. റിലേ ഓർ ചേഞ്ച് ഓവർ സ്വിച്ച് എന്താ ചെയ്യുന്നത്? AC മെയിൻ സെൻസർ ആക്ടിവേറ്റ്സ് എ റിലേ ആൻഡ് ദിസ് റിലേ വിൽ ഡയറക്ട്ലി പാസ് ദി 230 volt AC മെയിൻ സപ്ലൈ ടു ദി ലോഡ്. അപ്പം നമ്മൾ ആ AC മെയിൻ സെൻസർ റിലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റിലേ അപ്പോൾ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലാവുമ്പം റിലേ ഓട്ടോമാറ്റിക്കലായിട്ട് എന്താണോ ലോഡിന് AC സപ്ലൈ എവിടേക്കാണ് ആവശ്യം അങ്ങോട്ടേക്ക് കണക്റ്റ് ആവും. ബാറ്ററി ചാർജിലേക്കും ആ റിലേ കണക്റ്റഡ് ആണല്ലേ. അപ്പം ബാറ്ററി ചാർജർ എന്താ ചെയ്യുന്നത്? ബാറ്ററി ചാർജർ കൺവേർട്സ് ലൈൻ AC വോൾട്ടേജ് ടു DC വോൾട്ടേജ് ആൻഡ് ചാർജസ് ദ ബാറ്ററി ഈവൻ വെൻ AC പവർ ഇസ് അവൈലബിൾ. അപ്പം AC പവർ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ആ ബാറ്ററി എന്ത് ചെയ്യും? ആ ACനെ DC ആയിട്ട് അതിലേക്ക് ബാറ്ററി ചാർജർ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ബാറ്ററി എന്താണ്? ബാറ്ററി ഈസ് ചാർജ് ആൻഡ് ഈസ് സ്റ്റോപ്ഡ് വെൻ ഇറ്റ് ഈസ് ഫുൾ ചാർജ്. അപ്പോൾ അതിനകത്തൊരു ബാറ്ററി ചാർജ് ചെയ്യിക്കാൻ ഒരു ബാറ്ററി ചാർജർ ഉണ്ട്. അതായത് വേണ്ടുന്ന AC പവർ ഓൺ ആകുമ്പം ഈ AC എന്നുള്ള പവറിനെ എടുത്തിട്ട് DC ആക്കി ഈ ബാറ്ററിയിൽ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് സപ്ലൈ ഉള്ളപ്പോൾ ഉള്ള സംഭവങ്ങളാണ്. സപ്ലൈ ഉള്ളപ്പോൾ ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ AC ആണ്. ACനെ ഈ ബാറ്ററി ചാർജ് വഴി DC ആക്കി ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ അതുവഴി ഈ റിലേ സ്വിച്ച് കണക്റ്റഡ് ആണ്. AC മെയിൻസ് ഉണ്ടെന്ന് അറിയുമ്പം തന്നെ ഈ റിലേ AC ഔട്ട്പുട്ട് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുമായിട്ടെല്ലാം കണക്റ്റഡായി അത് ഓട്ടോമാറ്റിക്കലി നോർമൽ രീതിയിൽ വർക്ക് ചെയ്തോളും. ഇൻ അഡീഷൻ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യും? ചാർജ് ആവും. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താണ്? when the AC mains power supply is not available. അപ്പോൾ AC സപ്ലൈ ഇല്ലാത്തപ്പോഴെന്തായിരിക്കും ചെയ്യുന്നത്? റിലേ ഓർ ചേഞ്ച് ഓവർ സ്വിച്ച് എന്ത് ചെയ്യും? AC മെയിൻ സെൻസർ ആക്ടിവേറ്റ്സ് എ റിലേ ആൻഡ് ദിസ് റിലേ വിൽ കണക്റ്റഡ് ടു ബാറ്ററി ഇൻ ആബ്സെൻറ്റ് ഓഫ് ദി AC മെയിൻ സപ്ലൈ. അപ്പം നമുക്ക് സപ്ലൈ ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ റിലേ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യിക്കും? നമ്മുടെ ബാറ്ററിയിലോട്ടായിരിക്കും പിന്നെ കണക്ഷൻ വരുന്നത്. നമുക്കിവിടെ എനർജി എടുക്കാനില്ല. അപ്പം പിന്നെ ബാറ്ററിയിലോട്ടായിരിക്കും റിലേയുടെ പവർ കൺട്രോൾ പോകുന്നത് അല്ലേ. അപ്പോൾ റിലേ അങ്ങോട്ടേക്ക് സ്വിച്ച് ആവും. ദെൻ ബാറ്ററി ഈസ് പ്രൊവൈഡിങ് DC പവർ ടു ഓസിലേറ്റർ സർക്യൂട്ട് ത്രൂ റിലേ. അപ്പോൾ നോക്കിക്കേ, ഈ ബാറ്ററി എന്നുള്ളത് അവിടുത്തെ DC പവറാണ്. DCനെ ഓസിലേറ്ററിലോട്ട് കൊടുക്കും. ഓസിലേറ്റർ എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് AC പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കമ്പോണൻസ് അല്ലെങ്കിൽ നമ്മുടെ അപ്ലയൻസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ AC പവർ വേണം ഇല്ലേ. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള DC പവർ റിലേ അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓസിലേറ്ററിലേക്ക് കൊടുക്കും. അതാണ് ഈ ബ്ലൂ ലൈൻ. അവിടെ വരെ അത് DC ആണ്. ഓസിലേറ്റർ കഴിഞ്ഞാൽ അത് എന്താവും? AC പവർ ആവും. ക്ലിയർ ആണല്ലോ അത്രയും? പിന്നെ ഉള്ളത് 3 സർക്യൂട്ടുകളാണ്. അതും എന്താണെന്ന് നോക്കാം. അപ്പോൾ അത്രയായി. ഓസിലേറ്റർ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ആൻ ഓസിലേറ്റർ സർക്യൂട്ട് ഇൻസൈഡ് ദ ഇൻവെർട്ടർ യൂസ് പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ടു ജനറേറ്റ് ദി 50 Hz ഫ്രീക്വൻസി റിക്വയർഡ് ടു ജനറേറ്റ് AC സപ്ലൈ ബൈ ദി ഇൻവെർട്ടർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഓസിലേറ്റർ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ഉപയോഗിക്കുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ്. അപ്പോൾ ഒരു പൾസ് വിഡ്ത്ത് മോഡുലേറ്ററാണ് DCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അത് ഒരു 50 Hz ഫ്രീക്വൻസിയിലുള്ള ACനെ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അവിടെ അത് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ആണ്. ഈ 50 Hz ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ബാറ്ററി DC സപ്ലൈ ഈസ് കണക്റ്റഡ് ടു ദി ഓസിലേറ്റർ. ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർട്സ് ദി ഇൻകമിംഗ് signals with the changing polarity such that in a 2 signal with the changing polarity, the first is positive while the second is negative and vice versa. This process is repeated 50 times per second to give an alternating signal with the 50 Hz frequency. This alternating signal is known as Morse drive signal. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഓസിലേറ്റർ ഒരു 50 ഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള 50 Hz ഫ്രീക്വൻസിയിലുള്ള ഒരു വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അത് അതിനകത്തുള്ള പൾസ് വിട്ട് മോഡുലേറ്ററുടെ സഹായത്തോടു കൂടി അതൊരു പോസിറ്റീവ് നെഗറ്റീവിൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം
എന്താ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഓൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മാത്രം ഓർക്കുക. ദാറ്റ് ഈസ് ഈ ബാറ്ററിയുടെ സഹായത്തോടു കൂടി ഓസിലേറ്റർ ഒരു 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതെന്താണ്, ആ ഓൾട്ടർനേറ്റിംഗ് സിഗ്നലിനെ വിളിക്കുന്ന പേരാണെന്ത്, മോസ് ഡ്രൈവ് സിഗ്നൽസ് അല്ലേ. മോസ് ഡ്രൈവ് സിഗ്നൽ ഈ ഡ്രൈവർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതായതുകൊണ്ടാണ് അതിനൊരു മോസ് ഡ്രൈവ് സിഗ്നൽ എന്ന് പറയുന്നത്. ദെൻ ഡ്രൈവർ സർക്യൂട്ട് എന്താണ് ചെയ്യുന്നത്, ദ മോസ് ഡ്രൈവ് സിഗ്നൽസ് ആർ ഗിവൺ ടു ദ ബേസ് ഓഫ് ഡ്രൈവർ ട്രാൻസിസ്റ്റർ വിച്ച് ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ചാനൽസ്. അപ്പോൾ അത് എങ്ങോട്ടേക്ക് കൊടുക്കും, ഡ്രൈവർ സർക്യൂട്ടിലേക്ക് കൊടുക്കും ഇല്ലേ. ആ മോസ് ഡ്രൈവ് സിഗ്നൽ എന്ന് പറഞ്ഞത് ആ ഡ്രൈവർ സർക്യൂട്ടിലുള്ള ഡ്രൈവർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ ഗിവൺ ടു ദി ആംപ്ലിഫയർ സർക്യൂട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. അതിനുശേഷം എങ്ങോട്ടേക്ക് കൊടുക്കും, ഒരു ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. ദ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ ദിസ് ഈസ് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഓർത്തിരിക്കുക, ഒരു സെൻറ്റർ ടാപ്പിംഗ് ട്രാൻസ്ഫോമർ ആണ്, വിച്ച് ഡിവൈഡ്സ് ദി പ്രൈമറി ഇൻറ്റു 2 ഈക്വൽ സെക്ഷൻസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സെൻറ്റർ ടാപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറിനെ 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. This center tapping is connected to the positive terminal of the battery. 2 ends of the primary are connected to the negative terminal of the battery through switches S1 and S2. MOSFETs or transistors are used for switching operation. These MOSFETs or transistors are connected to the primary winding of the inverter transformer. അപ്പോൾ എന്താണ്, ഈ സെൻറ്റർ ടാപ്പിങ്ങിലേക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാറ്ററിയുടെ എൻഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. The 2 ends of the primary are connected to the negative and center tapping is connected to the positive through the switches. അപ്പോൾ ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട്. ഇതുവഴി നമ്മൾ ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ ഈ സ്വിച്ച് വഴി ബാറ്ററിയിലും കണക്റ്റഡ് ആണ്, അതുവഴി ഇങ്ങോട്ടേക്കും കണക്റ്റഡ് ആണ്. When these switching devices receives the MOS drive signal from the driver circuit, they start switching between on and off at a rate of 50 Hz. This switching action of the MOSFETs and transistors creates a 50 Hz current to the primary of the inverter transformer. This results in 220 volt AC or 2300 volt AC depending on the winding ratio of the inverter transformer at the secondary of the inverter transformer. This secondary voltage is made available at the socket of the inverter by a changeover relay. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ഓർക്കുക, ഈ ആംപ്ലിഫയർ സർക്യൂട്ട് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു സെൻട്രൽ ടാപ്പ് ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ അനുസരിച്ച് നമുക്ക് എത്ര വോൾട്ട് എ സി ആണോ വേണ്ടത് അത് നമുക്ക് ഈ എ സി ഔട്ട്പുട്ടിലോട്ട് കിട്ടും. അത് നമുക്ക് ഈ റിലേ വഴി കൺട്രോൾ ചെയ്യാം, എപ്പോഴാണ് ഈ ഔട്ട്പുട്ട് വേണ്ടത് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഇൻവെർട്ടറിനകത്ത് ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി സിനെ എ സി ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കറണ്ട് ഉള്ളപ്പം എന്ത് ചെയ്യും, നമ്മുടെ എ സി മെയിൻസിൽ നിന്ന് സപ്ലൈ എടുത്തിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ ഡി സി കറണ്ട് ഇല്ലാത്തപ്പം എന്താ ചെയ്യുന്നത്, കറണ്ട് ഇല്ലാത്തപ്പം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്നുള്ള പവർ എടുത്തിട്ട് എ സി സപ്ലൈ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും അല്ലേ. അപ്പം ഫസ്റ്റ് കേസ് എന്താണ്, എ സി മെയിൻ സെൻസർ എ സി ഉണ്ടോ ഇല്ലയോ എന്ന് സെൻസ് ചെയ്യും. അപ്പം എ സി ഇല്ലാന്ന് കാണും, സെൻസ് ചെയ്തിട്ട് എ സി മെയിൻ സെൻസർ എ സി ഉണ്ടോ ഇല്ലയോ എന്ന് സെൻസ് ചെയ്യും. എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ റിലേ വഴി ഡയറക്റ്റ് ലോഡിന് നമ്മൾ എ സി ഔട്ട്പുട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇനി അതേസമയം തന്നെ എന്തും കൂടെ ചെയ്യും, ഈ ബാറ്ററി എന്ത് ചെയ്യും, ബാറ്ററി ചാർജർ വഴി ഈ ബാറ്ററി ചാർജ് ചെയ്യും. ബാറ്ററി ചാർജർ എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് കൊടുക്കും, ബാറ്ററി അത് സ്റ്റോർ ചെയ്യും. നേരെ മറിച്ച് എ സി സപ്ലൈ ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യുന്നത്, ബാറ്ററിയിൽ നിന്നുള്ള റിലേ ബാറ്ററിയിലോട്ട് കണക്റ്റ് ആവും, അതുപോലെ റിലേ എ സി ഔട്ട്പുട്ടും ലോഡിലോട്ടും കണക്ട് ചെയ്യിക്കും. എങ്ങനെയാണ് കണക്ട് ചെയ്യിക്കുന്നത്, ത്രൂ ആൻ ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള
പവർ എടുത്തിട്ട് ഓസിലേറ്ററിൽ കൊടുക്കും. ഓസിലേറ്റർ ഒരു പൾസ് വിട്ട് മോഡുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ഒരു മോസ് ഡ്രൈവ് സിഗ്നൽ കിട്ടും. അത് ഡ്രൈവർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. ആ ഡ്രൈവർ സർക്യൂട്ട് അതൊരു ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. ആംപ്ലിഫയർ സർക്യൂട്ട് ഒരു ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പ്രൈമറി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടാപ്പിലാണ്. അപ്പോൾ ആ ടേൺസ് റേഷ്യോ അനുസരിച്ച് നമുക്ക് അതനുസൃതമായ ഒരു AC വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻവെർട്ടർ ഇല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് UPS ആണ്. UPSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം പഠിക്കുക. UPS ഇസ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. എന്താണ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ? അപ്പോൾ എന്താണ് അൺഇൻറ്ററപ്റ്റഡ് പവർ? ഏതെങ്കിലും കാരണം കൊണ്ട് AC സപ്ലൈ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ UPS എന്ത് ചെയ്യും? ഇറ്റ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് സപ്ലൈയിങ് പവർ ടു ദി ലോഡ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മളൊരു AC ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ AC സപ്ലൈ എപ്പോഴാണോ കട്ടാവുന്നത് അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ അൺഇൻറ്ററപ്റ്റഡ് UPS എന്നുള്ള പവർ എടുത്തിട്ട് അത് ലോഡിലോട്ട് കണക്ട് ചെയ്ത് നോർമൽ വർക്കിംഗ് കണ്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് UPS അല്ലേ, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ദെൻ ഈ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓൺലൈൻ UPSും ഓഫ്ലൈൻ UPSും. ഈ ഓൺലൈൻ UPSന് പറയുന്ന വേറൊരു പേരാണ് ഇൻവെർട്ടർ പ്രിഫേർഡ് UPS. എന്താണ് ഇൻവെർട്ടർ പ്രിഫേർഡ് UPS? So online UPS is called inverter preferred UPS. അതൊന്ന് ഓർത്തിരിക്കുക. ഓൺലൈൻ UPSും ഓഫ്ലൈൻ UPSും ഉണ്ട്. ഓൺലൈൻ UPSന് വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻവെർട്ടർ പ്രിഫേർഡ് UPS. അതുപോലെ ഓഫ്ലൈൻ UPS ഉണ്ട്. ഓഫ്ലൈൻ UPSന് വിളിക്കുന്നത് ലയൻ പ്രിഫേർഡ് UPS എന്നാണ്. അപ്പം ഇൻവെർട്ടർ പ്രിഫേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈനും ലയൻ പ്രിഫേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനുമാണ്. അപ്പോൾ ഇതൊരു ഓൺലൈൻ UPS സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ UPS ആണെങ്കിലും ബ്ലോക്ക് ഡയഗ്രാം സെയിം തന്നെയാണ്. നോക്കിക്കേ, ഒരു മെയിൻ സപ്ലൈ ഉണ്ട്. മെയിൻ സപ്ലൈക്ക് നിന്ന് ഒരു റെക്ടിഫയർ കം ചാർജർ. ദെൻ ഈ റെക്ടിഫയർ കണക്റ്റഡ് ടു ഒരു ഇൻവെർട്ടർ ഉണ്ട്. ദെൻ UPS സ്റ്റാറ്റിക് സ്വിച്ച്, ദെൻ മെയിൻസ് സ്റ്റാറ്റിക് സ്വിച്ച്, ലോഡ്, ദെൻ എന്താണ് ബാറ്ററി ബാങ്ക്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഈ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി ഓഫ് കണ്ടീഷനിലായിരിക്കും. അപ്പം ഈ ഒരു ഫിഗർ ഒന്ന് മനസ്സിലേക്ക് വരണം UPS എടുക്കുമ്പോഴത്തേക്കും. അതായത് ഓൺലൈൻ UPS ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ UPS ആണെന്നുണ്ടെങ്കിലും എന്താണ് സെയിം ഫിഗറാണ്. ഓൺലൈൻ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇൻവെർട്ടർ പ്രിഫേർഡ് UPS. ഇൻവെർട്ടർ പ്രിഫേർഡ് UPSൽ ഈ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓഫ് ആയിരിക്കും. ഇനി ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലോ ഈ ഫിഗർ സെയിം തന്നെയാണ്, പക്ഷേ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് എന്തായിരിക്കും? നോർമലി ഓൺ സ്റ്റേറ്റിലായിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓർക്കുക. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആയിരിക്കും, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓണും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്താണ്? നമുക്ക് മെയിൻ സപ്ലൈ ഉള്ളപ്പോൾ എന്ത് ചെയ്യും? റെക്ടിഫയർ അല്ലെങ്കിൽ റെക്ടിഫയർ ഓർ ചാർജർ, റെക്ടിഫയർ കം ചാർജർ ആണ് അതല്ലേ, അതെന്ത് ചെയ്യും? പ്രൊവൈഡ്സ് പവർ ടു ആൻ ഇൻവെർട്ടർ ആസ് വെൽ ആസ് ബാറ്ററി ബാങ്ക്. അപ്പോൾ ഈ മെയിൻ സപ്ലൈ ഉള്ളപ്പം എന്ത് ചെയ്യും? ഈ റെക്ടിഫയർ അല്ലെങ്കിൽ ചാർജർ ഇൻവെർട്ടറിലേക്കും ബാറ്ററിയിലേക്കും എന്ത് ചെയ്യും? പവർ കൊടുക്കും. ബാറ്ററി എന്താവും? ചാർജ് ആവും. ഇൻവെർട്ടർ ഓൺ ആണ് ആൻഡ് ഫീഡ്സ് പവർ ടു ദി ലോഡ് ത്രൂ UPS സ്റ്റാറ്റിക് മെയിൻ സ്വിച്ച്. ഓക്കെ, ഈ UPS സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓൺ ആണ് ഇല്ലേ? ഇത് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ചിൻ്റെ റിവേഴ്സ് ആയിരിക്കും ഈ UPS സ്റ്റാറ്റിക് സ്വിച്ച്. അപ്പോൾ ഇത് നോർമലി ഓണ്, ഇത് നോർമലി ഓഫ്. അപ്പോൾ ഓൺലൈൻ UPSൽ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓഫാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും UPS സ്റ്റാറ്റിക് സ്വിച്ച്. അപ്പോൾ ഇതെന്തായിരിക്കും? ഓൺ ആയിരിക്കും അല്ലേ? ഇത് ഓൺ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ഇൻവെർട്ടറിനെ ലോഡിലോട്ട് എന്ത് ചെയ്യും? ഇതുവഴി കണക്റ്റഡ് ആവും. ഇത് ഓഫാണല്ലോ, അപ്പോൾ ഇതുവഴി പാത്തില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക്
ഐഡിയ. ഓൺലൈൻ UPS സിസ്റ്റം ഒന്നും കൂടെ പറയാം. നമ്മുടെ മെയിൻ സപ്ലൈ ഉള്ളപ്പം അല്ലേ, മെയിൻ സപ്ലൈ ഉള്ളപ്പം റെക്ടിഫയർ അല്ലെങ്കിൽ ചാർജർ എന്ത് ചെയ്യും, ഈ മെയിൻ സപ്ലൈയിൽ നിന്ന് AC പവർ എടുത്തിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കും, നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുക്കും. പിന്നെ കുറച്ച് ഇൻവെർട്ടറിലേക്കും കൊടുക്കും. ഈ ഇൻവെർട്ടർ അതിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് UPS സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ ആണ്. ഈ പൊസിഷൻ വഴി നമ്മുടെ കണക്റ്റഡ് എന്ത് ലോഡിലോട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓൺലൈൻ UPS സിസ്റ്റം. അപ്പോൾ ആ ഒരു മെയിൻസ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ള ഫിഗർ കണ്ടോ, ചാർജർ, ഇൻവെർട്ടർ, ദെൻ കണക്റ്റഡ് ടു ലോഡ്. ഈ ആരോ കണ്ടോ, ഇവിടെ നമുക്ക് ബാറ്ററി ആണുള്ളത്, ആ ബാറ്ററി ബാങ്ക് ആണുള്ളത്. അപ്പോൾ ആരോ കണ്ടോ ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ചാർജ് സ്റ്റോർ ആവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പവർ ഇല്ലാത്തപ്പോഴോ, പവർ ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, പവർ ഇല്ലാത്തപ്പോൾ നേരെ ഓപ്പോസിറ്റായി ഈ ബാങ്കിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പവർ എടുക്കും അല്ലേ, അങ്ങോട്ടേക്ക് പവർ ഇൻവെർട്ടറിൽ കൊടുക്കും, അത് ലോഡിലോട്ട് കണക്റ്റഡ് ആവും. എനിവേ ലോഡ് നമുക്ക് എന്താവും, എപ്പോഴും ഈ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും ലോഡിലോട്ട് എപ്പോഴും കണക്ഷൻ വരുന്നത്. നമുക്ക് മെയിൻസ് ഉണ്ടെങ്കിൽ ഈ പാത്തിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് ലോഡിലോട്ട് കണക്റ്റഡ് ആവും. മെയിൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി വഴി ഉള്ള പവർ ലോഡിലോട്ട് കണക്റ്റഡ് ആവും. ദിസ് ഈസ് കോൾഡ് ഓൺലൈൻ UPS സിസ്റ്റം ഓർ ഇൻവെർട്ടർ പ്രിഫേർഡ് UPS. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓഫ്ലൈൻ UPS ആണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ കണ്ടോ, സെയിം ഫിഗറാണ്. only difference is that ഇവിടെ എന്താണ്, നോർമലി ഓൺ ആണ്, മെയിൻ സ്വിച്ച് നോർമലി ഓണുമാണ്. ഈ UPS സ്റ്റാറ്റിക് സ്വിച്ച് എന്താണ്, നോർമലി ഓഫും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഓഫ്ലൈൻ UPS. നമുക്ക് ഇത്രയേ ഉള്ളൂ, മെയിൻ സപ്ലൈ ഇല്ലാത്തപ്പം ഏത് രീതിയിലെങ്കിലും നമുക്ക് ലോഡിലേക്ക് സപ്ലൈ കിട്ടണം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇപ്പം താഴത്തതാണ് നോർമലി ഓഫ്, ഇതാണ് നോർമലി ഓൺ പൊസിഷൻ. അപ്പോൾ ഇതെന്താണ്, ലയൻ പ്രിഫേർഡ് UPS ആണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ലയൻ പ്രിഫേർഡും ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ പ്രിഫേർഡുമാണ്. അതായത് നേരത്തെ ഇൻവെർട്ടറിലോട്ട് ഉള്ള സ്വിച്ച് ആയിരുന്നു നോർമലി ഓൺ പൊസിഷൻ, അതുകൊണ്ടാണ് അവിടെ ഇൻവെർട്ടർ പ്രിഫേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഈ ലൈനിലോട്ടുള്ളതാണ് നോർമലി ഓൺ പൊസിഷൻ, അതുകൊണ്ടാണ് ലൈൻ പ്രിഫേർഡ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ വർക്കിംഗ് നോക്കിക്കേ. നമുക്ക് ആ മെയിൻസ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെൻ മെയിൻ സപ്ലൈ ഇസ് പ്രസൻറ്റ് ദെൻ ചാർജർ ചാർജസ് ദി ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ്, ഇൻവെർട്ടർ ആൻഡ് UPS സ്റ്റാറ്റിക് സ്വിച്ച് ആർ ഓഫ്. ഇൻവെർട്ടറിലോട്ടുള്ള സ്വിച്ച് ഓഫ് ആണ് അല്ലേ. ദ ലോഡ് ഈസ് കണക്റ്റഡ് ടു മെയിൻസ് ത്രൂ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച്. ഇങ്ങനെയായിരിക്കും ലോഡ് കണക്ട് ചെയ്യും. നമ്മുടെ ഫിഗർ നോക്കിയിട്ട് ഒന്ന് പറയാം. അപ്പോൾ എന്താണ്, മെയിൻ സപ്ലൈ പ്രസൻ്റ് ആയിരിക്കുമ്പം എന്ത് ചെയ്യും, ഈ ചാർജർ ബാറ്ററിയിലോട്ടും ചാർജ് ചെയ്യും. ദെൻ ഈ ഒരു പാത്ത് ഓഫാണ് അല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓൺ ആണ്, അതുകൊണ്ട് ഈ ഒരു പാത്ത് വഴി ലോഡിലേക്ക് സപ്ലൈ കണക്റ്റഡ് ആവും. അപ്പോൾ ഇതിനകത്ത് ഇൻവെർട്ടറിലൊന്നും കയറുന്നില്ല, നമുക്ക് നേരിട്ട് മെയിൻസ് ഉള്ളപ്പോൾ ഇതുവഴി ഇങ്ങനെ ലോഡിലോട്ട് കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ഓഫ്ലൈൻ UPS. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. വെൻ മെയിൻ സപ്ലൈ ഈസ് ആബ്സെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ മെയിൻ സപ്ലൈ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താ, ദെൻ ഇൻവെർട്ടർ എന്താവും, ടേൺ ഓൺ ആവും അല്ലേ. ടേൺ ഓൺ ആയിട്ട് എന്ത് സംഭവിക്കും, ഇൻവെർട്ടർ ടേക്സ് പവർ ഫ്രം ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ പവർ എടുത്തിട്ട് അത് ഓൺ ആവും. ദ ലോഡ് ഈസ് കണക്റ്റഡ് ടു ഇൻവെർട്ടർ ഔട്ട്പുട്ട് ത്രൂ UPS സ്റ്റാറ്റിക് സ്വിച്ച്. ദ പവർ ഫ്ലോ ഈസ് as on. അപ്പോൾ ഈ സ്വിച്ച് അങ്ങ് ക്ലോസ് ആവും. അപ്പോൾ ബാറ്ററി എന്നുള്ള ചാർജ് വരുന്നത് ഡയറക്ഷൻ, നേരത്തെ ബാറ്ററി ചാർജ് ആവുന്നതുകൊണ്ട് ഡൗൺവേർഡ് ആരോ ആയിരുന്നു, ഇത് ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നതുകൊണ്ട് അപ്വേർഡ് ആരോ ഇൻവെർട്ടറിൽ കണക്റ്റ് ആവും, ഇൻവെർട്ടറിൽ നിന്ന് ലോഡിലോട്ട് കണക്റ്റ് ആവും. ഓക്കെ, അതാണ് മെയിൻസ് ആബ്സെൻ്റ് ആവും. അപ്പോൾ മെയിൻസ് ആബ്സെൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫിഗറിൽ നോക്കിക്കേ, ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ഇവിടെ സപ്ലൈ ഇല്ല, അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്ത് ഇൻവെർട്ടർ ഓൺ ആവും. ഇൻവെർട്ടർ ഓൺ ആകുമ്പോഴത്തേക്കും ഈ UPS കണക്റ്റഡ് ആവും. ദെൻ UPS സ്റ്റാറ്റിക് സ്വിച്ച് അപ്പോഴത്തേക്ക് ഓൺ ആവും. എന്നിട്ട് നമുക്ക് അതുവഴിയാണ് ലോഡിലോട്ട് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ പോകുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ UPS സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓഫ് എന്നുള്ളത് മാറി നോർമലി ഓൺ പൊസിഷൻ ആവത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കുക. മെയിൻസ് പ്രസൻറ്റ് ആകുമ്പം ഈ പാത്തും മെയിൻസ് ആബ്സെൻ്റ് ആകുമ്പം ഈ പാത്തുമാണ് ലോഡിലോട്ട് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് UPS. ഓക്കെ ആണല്ലോ. അപ്പം ഇൻവെർട്ടറും UPSൻ്റെയും സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രവും സ്ട്രക്ചറും ക്ലിയർ ആണല്ലോ.